ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെല്ലുവിളി നിറഞ്ഞ ഒരാഴ്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കടന്നുപോയത്. നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 2.7% ആണ് കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞത്. ബ്രോഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവസ്ഥ ഇതിലും മോശമാണെന്ന് കാണാം. ഇപ്പം നിഫ്റ്റി മിഡ് ക്യാപ്പ് ആയാലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആയാലും 5% ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റും ചില ഏഷ്യൻ മാർക്കറ്റുകളും ലാസ്റ്റ് വീക്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ അത് ഇന്ത്യയുടെ അത്ര ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഫോള് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ വലിയ തോതിൽ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയത് തുടർച്ചയായി നടന്ന രണ്ട് പ്രധാനപ്പെട്ട ട്രംപിന്റെ ബോംബിംഗ് ആണ്. അതാണ് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയത്. ആദ്യം H1B വിസ ഫീസ് ഹൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബോംബിംഗ്, അത് IT സ്റ്റോക്കുകളെ വലിയ തോതിൽ ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഫാർമയുടെ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള വാർത്തയും വന്നു. അത് മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റ്സിനെ വലിയ തോതിൽ ദുർബലമാക്കാൻ കാരണമായി. ഇപ്പൊ നിഫ്റ്റിയുടെ ലെവൽ നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി അതിന്റെ പ്രധാന മൂവിംഗ് ആവറേജുകളായ 50 DMAയും 100 DMAയും ഒക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴും 200 DMAക്ക് മുകളിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ഒരു പെർമനന്റ് ഡൗൺ ട്രെൻഡിലേക്ക് നിഫ്റ്റി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും ഗ്രീഡ് സോണിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. എക്സ്ട്രീം ഗ്രീഡ് സോണിൽ നിന്ന് മാറിയിട്ട് ഗ്രീഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ മാർക്കറ്റ് ഒരു 24,500 ലെവലിൽ ഒരു സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 24,800, 25,000 ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി തിരിച്ചു വരാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ 24,500 സപ്പോർട്ട് എടുക്കാതെ താഴ്ത്തു പോവുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ട് ഒരു അവസ്ഥയായിരിക്കും. 24,400, 24,340, ഈവൺ 24,200 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സെൽ ഓൺ റൈസ് അപ്രോച്ച് ആയിരിക്കും പൊതുവെ ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുക. അതുകൊണ്ട് തന്നെ ഓരോ ഉയർച്ചയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ആളുകൾ കാണും. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റിക്കവറി എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഫ്രഷ് എൻട്രി എടുക്കുന്നവർ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് മാത്രം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള റിസ്ക് മാനേജ് ചെയ്യണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം അത്രമാത്രം വോളറ്റൈലാണ് നമ്മുടെ ആ ഒരു എൻറ്റയർ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയുക. FIIസിന്റെ സെല്ലിങ് കൂടുതൽ അഗ്രസീവായി കൊണ്ടിരിക്കുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോൾ H1B വിസ ഇഷ്യൂ ഏറ്റവും അധികം ആഘാതം സൃഷ്ടിച്ച IT സ്റ്റോക്കുകൾ, അവിടെയാണ് കാര്യമായ സെൽ ഓഫ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ FIIസിന്റെ ഒരു സെല്ലിംഗ് ഫിഗേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മാത്രം അവർ 19,500 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് ഇന്ത്യൻ ഇക്വിറ്റിയിൽ നടത്തിയിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17,500 കോടിയുടെ പർച്ചേസും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു പർച്ചേസിംഗിന്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതുകൂടാതെ റീറ്റെയിൽ അതുപോലെ HNI ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷം, അതായത് 26,277 എന്ന ലെവലില് നിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈയിൽ എത്തിയതിനു ശേഷം ഇതുവരെ ഇൻവെസ്റ്റേഴ്സിന് യാതൊരുവിധ ഗെയിനും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം ഒരു കണ്ടീഷനിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും HNIസും ഒക്കെ ബിയറിഷ് മോഡിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ചില ഹിസ്റ്റോറിക്കൽ ഫാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വർഷം, അതായത് ജനുവരി 1-ാം തീയതി നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ കാണുന്നത് 23,742 ആണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും ഇതുവരെയുള്ള നിഫ്റ്റിയുടെ ഒരു ഗെയിൻ എന്ന് പറയുന്നത്, അതായത് നിലവിലുള്ള 24,654 വരെ എത്തിയിട്ടുണ്ട്. അതായത് അത് ഏകദേശം 3.84% ഒരു ഗെയിനാണ്. 23,000-ൽ നിന്ന് 24,000-ലേക്ക് നിഫ്റ്റി വന്ന ആ ഒരു യാത്ര ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് യാത്ര ആയിരുന്നില്ല. 23,000-ൽ നിന്ന് തുടങ്ങി പിന്നെ 22,000-ലാണ് ഏറ്റവും കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. ചില മാസങ്ങൾ 23,000-ൽ എത്തുകയും ചില മാസങ്ങളിൽ തിരിച്ച് 22,000-ലേക്ക് പോവുകയും അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷമാണ് 24,000 എന്ന ലെവല് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെയ് മാസം 12-ാം തീയതി 24,378 എന്ന ലെവല് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 24,000-ൽ താഴെ നിഫ്റ്റി പോയിട്ടില്ല. അപ്പോൾ അതിനുശേഷം പിന്നെയും 4 മാസങ്ങൾ നിഫ്റ്റി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് 24,000-ന് മുകളിൽ 25,000-ന് 26,000 എത്താനൊക്കെയാണ്. പല പ്രാവശ്യം 25,000-ന് മുകളിൽ എത്തിയെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ 24,000-ൽ സസ്റ്റെയിൻ ചെയ്ത പോലെ അടുത്ത 1-2 മാസങ്ങളിൽ 25,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ GST റിഫോംസും അതുപോലെ ബാങ്കിങ് മേഖലയിലുള്ള ലിക്വിഡിറ്റി
ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും അതുപോലെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ കൺസംഷൻ വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളും അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 26,000 എന്ന ലെവല് തികച്ചും അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അടുത്ത ആഴ്ച മാർക്കറ്റ് ഏത് രീതിയിലായിരിക്കും മൂവ് ചെയ്യുക എന്നത് അവിടെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ട്രിഗർ പോയിന്റുകളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പേ അടുത്ത ആഴ്ച നമുക്ക് കാണാൻ കഴിയും ഒക്ടോബർ 2-ാം തീയതി മാർക്കറ്റ് അവധിയാണ്. അതായത് 4 ട്രേഡിംഗ് ഡേ മാത്രമേ അടുത്ത ആഴ്ച നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അടുത്ത ആഴ്ചയുള്ള ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ഇവന്റ് എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ്. അത് ഒക്ടോബർ 1-നായിരിക്കും അതിൻ്റെ ഔട്ട്കം RBI ഗവർണർ അനൗൺസ് ചെയ്യുക. പൊതുവെ അനലിസ്റ്റുകൾ ഒരു ഡിവൈഡ് ആയിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. റേറ്റ് കട്ടിന്റെ സാധ്യത ഉണ്ടെന്നും സാധ്യത ഇല്ലെന്നുമുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നിലവിൽ ഇൻഫ്ലേഷൻ പ്രശ്നമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. RBI സംബന്ധിച്ചിടത്തോളം റേറ്റ് കട്ട് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും കഴിഞ്ഞ RBI മീറ്റിംഗിൽ സിഗ്നൽ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഗ്ലോബൽ ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൂടാതെ ഇപ്പോൾ കറൻസി വീക്ക്നെസ്സും. ഈ 2 കാര്യങ്ങൾ ഒരുപക്ഷെ റേറ്റ് കട്ടിലേക്ക് പോകുന്നതിൽ നിന്നും RBIയെ പിന്തിരിപ്പിച്ചേക്കാം. എങ്കിലും ഒരു സർപ്രൈസ് നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ ബാങ്കിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് റിസർവ് റേഷ്യോയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡോളർ റൂപ്പി സ്വാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള മെഷേഴ്സ് RBI അനൗൺസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു റിലീഫ് റാലി നമ്മളെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു റിലീഫ് റാലി ആകാനേ സാധ്യതയുള്ളൂ എങ്കിലും അതിൻ്റെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന IIP ഡാറ്റ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, അതുപോലെ ഓട്ടോ സെയിൽസ് ഡാറ്റ, ഇതൊക്കെ ചില ചലനങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാക്കിയേക്കാം. നമ്മുടെ മാർക്കറ്റ് ബേസിക്കലി ഒരു ഡാറ്റ ഡ്രിവൺ മാർക്കറ്റ് അല്ല എങ്കിൽ പോലും ചില സെക്ടറുകളിൽ ചില സ്റ്റോക്കുകളിലൊക്കെ ഹൈക്ക് ഉണ്ടാക്കാൻ ഇത്തരം ഡാറ്റകൾ സഹായകമാകാറുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞുപോയ Q2 ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ വരാൻ പോകുന്നത് ഒക്ടോബർ മാസമാണ്. ഇപ്പോൾ TCS അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത ഒരു റിസൾട്ട് സീസണിന്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ ക്വാർട്ടർ റിസൾട്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ ഒരു റിസൾട്ട് സീസണിലായിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ റുപ്പിയുടെ വീക്ക്നെസ് ആണ്. അത് 89 മാർക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും FIIസിൻ്റെ ആ ഒരു ഔട്ട്ഫ്ലോ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് എലവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് കൂടുതൽ വീക്ക് ആവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുപോലെ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെ കാര്യമായ യാതൊരുവിധ ന്യൂസും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പോസിറ്റീവ് കമൻട്രി അല്ലെങ്കിൽ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് US എടുക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിക്കും. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് ഫാർമയിൽ ഒരു കാര്യമായ അനൗൺസ്മെന്റ് വന്നതാണ്. 100% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു താരിഫുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാരിറ്റി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു U-ടേൺ ട്രംപ് എടുക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് സെന്റിമെന്റ്സ് ഉയർത്താൻ ചിലപ്പോൾ കാരണമായേക്കും. എന്നാൽ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഫാർമയിൽ 100% താരിഫ് അത് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഫാർമ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 2024 ഒരു കണക്ക് അനുസരിച്ചിട്ട് $13.1 ബില്യൺ ആണ്. അപ്പോൾ US-ന്റെ മൊത്തം ഗ്ലോബൽ ഇമ്പോർട്ടിന്റെ ഏകദേശം 5.3% മാത്രമാണത്. കാരണം US-ൽ ഏറ്റവും അധികം ഫാർമ എക്സ്പോർട്ട് ചെയ്യുന്നത് അയർലൻഡാണ്. അവരുടെ ഷെയർ എന്ന് പറയുന്നത് 30% ആണ്. അതിന് താഴെ സ്വിറ്റ്സർലാൻഡും സിംഗപ്പൂറും ജർമ്മനിയും ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. കൂടാതെ ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ കൂടുതലായിട്ടും ലോ കോസ്റ്റ് ജനറിക് ഡ്രഗ്സ് ആണുള്ളത്. അപ്പോൾ ഈ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് ഡ്രഗ്സ് അല്ല, അല്ലെങ്കിൽ അത് പേറ്റന്റഡ് ഡ്രഗ്സ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ US താരിഫ് 100% അവിടെ ഉണ്ടാവുകയില്ല. കൂടാതെ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള പല ഫാർമ കമ്പനികൾക്കും അവർക്ക് US-ൽ അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അവരുടെ സബ്സിഡിയറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു താരിഫ് വലിയ തോതിൽ ഫാർമ സെക്ടറിനെ ഇമ്പാക്ട് ചെയ്യില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂസ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും. കാരണം FIIസിന്റെ പൊസിഷൻസ് 86% എന്ന ലെവലിലാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കാണുന്നത്. അപ്പോൾ വലിയൊരു ഷോർട്ട് പൊസിഷൻ ഈ FIIസിന് ഈ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ, അപ്പോൾ മൊത്തത്തിൽ ഇത് ഓവർ സോൾഡ് സോണിലായതുകൊണ്ട് തന്നെ അവരുടെ പൊസിഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെക്നിക്കൽ ബൗൺസിന്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല.
എന്നാൽ അവർ ഷോർട്ട് പൊസിഷൻ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് കൂടുതൽ വീക്കർ ആയിട്ടുള്ള സെന്റിമെന്റ്സിലേക്ക് പോകാൻ സാധ്യതയുമുണ്ട്. അതുപോലെ ഇന്ത്യ വിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും ലോവർ ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇന്ത്യ വിക്സ് വലിയ തോതിൽ കയറിയിരിക്കുന്നത്. ഏകദേശം 10% കഴിഞ്ഞ ആഴ്ച അത് മുന്നോട്ടേക്ക് വന്നു. ഇപ്പോൾ 11.42 എന്ന പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത്. 10 പോയിന്റിൽ താഴെ പോയിരുന്ന വിക്സ് ആണ് ഈ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ ഒരു ഭയം മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ PSU ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നിലവിൽ 20% കൂടുതൽ ഈ വിദേശ നിക്ഷേപം PSU ബാങ്കുകളിൽ അനുവദിച്ചിരുന്നില്ല. കൂടാതെ 20% ലിമിറ്റ് ആണെങ്കിൽ 10% വോട്ടിംഗ് റേറ്റ് മാത്രമേ ഇന്ത്യൻ ബാങ്കുകളിൽ വിദേശ നിക്ഷേപകർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ അല്ല അവരുടെ ഫണ്ടിങ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫോറിൻ ഫണ്ട് ഫ്ലോ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിന്റെ ആ ഒരു ക്യാപിറ്റൽ എക്സ്പാൻഷന് വലിയ തോതിൽ അത് കാരണമാകും. കൂടാതെ ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യം 2047 ആകുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പല ബാങ്കുകളും മേർജ് ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ 2 ബാങ്കുകൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവണം എന്നൊരു ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇതിനു മുമ്പേ തന്നെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തതാണ് 5 PSU ബാങ്കുകളിൽ OFS വഴിയുള്ള സെയില് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ PSU ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ പല PSU ബാങ്കുകളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 10% താഴെയാണ്. കാനറ ബാങ്കിൽ മാത്രമാണ് 11% എന്നുള്ള ഒരു ഫിഗർ നമ്മൾ കാണുന്നത്. ബാക്കി 11ഓളം PSU ബാങ്കുകളിൽ 10ൽ താഴെയാണ് FII ഹോൾഡിംഗ് കാണുന്നത്. അതിൽ ഏറ്റവും കുറവുള്ളത് പഞ്ചാബ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റോക്കുകളിലാണ്. ഗവൺമെന്റിന്റെ ഹോൾഡിംഗ് വിറ്റഴിക്കാനുള്ള ഒരു തീരുമാനം ഓൾറെഡി ഉണ്ടായിരുന്നു. OFS വഴി വിറ്റഴിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പോൾ 51% എന്നുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നിലനിർത്തിക്കൊണ്ട് സ്റ്റേക്കുകൾ വിറ്റഴിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും OFS നമുക്ക് അടുത്ത മാസങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അവിടെ FIIs കാര്യമായ ഒരു പെർസെൻറ്റേജ് നീക്കിവെക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ PSU ബാങ്കുകൾ തീർച്ചയായിട്ടും ഒരു ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അത് പല PSU ബാങ്കുകളും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ലോ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഡിമേർജറുമായി വന്നിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഡിമേർജറിന് ഓൾറെഡി അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ 1 ഇത് ലീഗലായിട്ട് പ്രാബല്യത്തിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ 2 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ജാഗ്വാർ ലാൻഡ് റോവറും ഉൾപ്പെടുന്ന പാസഞ്ചർ വെഹിക്കിളുകളുടെ ഒരു സ്റ്റോക്കും, ബസ്സുകളും ട്രക്കുകളും അടങ്ങിയിട്ടുള്ള കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ മറ്റൊരു സ്റ്റോക്കുമായിട്ട് 2 എൻറ്റിറ്റി ആയിട്ടായിരിക്കും ഈ സ്റ്റോക്കുകൾ വരിക. അപ്പോൾ ഇത് NSEയിലും BSEയിലും ഈ 2 സെപ്പറേറ്റ് സ്റ്റോക്കുകളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1:1 എന്നുള്ള അനുപാതത്തിലാണ് ഡിമേർജർ. അതായത് ഒരു സ്റ്റോക്ക് ഉള്ളവർക്ക് അഡീഷണൽ ആയിട്ടുള്ള മറ്റേ കമ്പനിയുടെ സ്റ്റോക്കാണ് ലഭിക്കുക. അപ്പോൾ അവിടെ ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഒരു ഏകദേശ കണക്ക് പ്രകാരം അത് വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ഈ JLRും ഇലക്ട്രിക് വെഹിക്കിളും അടങ്ങുന്ന ആ ഒരു പാസഞ്ചർ വെഹിക്കിൾ സ്റ്റോക്കിൽ ഏകദേശം 500 രൂപ എന്ന റേഞ്ചിലാണ് പ്രൈസെങ്കിൽ കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ ആ ഒരു സ്റ്റോക്ക് 150 രൂപ എന്ന പ്രൈസിലായിരിക്കും ആ ഒരു ഡിമേർജർ നടക്കുക. ഏതായാലും ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ഇതുവരെ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിമേർജറിന്റെ കംപ്ലീറ്റ് ഫോർമാലിറ്റീസ് പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ ഒരു 2 ഷെയറുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ കഴിയുക. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ധാരാളം IPOകൾ ഉണ്ടായിരുന്നു. ആ IPOകളൊക്കെ പലതും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗണേഷ് കൺസ്യൂമർ, അറ്റ്ലാന്റ ഇലക്ട്രിക്കൽ, സോളാർ വേൾഡ്, ആനന്ദ് രാത്തി, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ശേഷസായി ടെക്നോളജി, BMW വെഞ്ചേഴ്സ്, ഇപാക് പ്രീഫാബ്, അതുപോലെ ജെയിൻ റിസോഴ്സസ്, ഇതിൻ്റെയൊക്കെ IPO ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്തിട്ടുള്ള 3 IPOകൾ ഇപ്പോഴും ഓപ്പൺ ആണ്. അത് മൺഡേ ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ക്ലോസിംഗ് നടക്കുക. അതിലൊന്ന് ജിൻകുഷാൽ ഇൻഡസ്ട്രീസ് ആണ്, മറ്റൊന്ന് ട്രൂ ആൾട്ട് ബയോ എനർജി ലിമിറ്റഡ്, അതുപോലെ പേസ് ഡിജിടെക് ലിമിറ്റഡ്. ഈ 3 IPOകൾ നിലവിൽ ഓപ്പൺ ആണ്. അത് മൺഡേ ട്യൂസ്ഡേ വരെ ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. അതുപോലെ അടുത്ത ആഴ്ച പുതുതായിട്ട് വരാൻ പോകുന്ന IPOകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്ലോട്ടിസ് ലിമിറ്റഡിന്റെ IPO വരുന്നുണ്ട്, അതുപോലെ ഫാബ്ടെക് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ IPO വരുന്നുണ്ട്, അതുപോലെ ഓം ഫ്രൈറ്റ് ഫോർവേഡേഴ്സിന്റെ IPO വരുന്നുണ്ട്, അഡ്വാൻസ് അഗ്രോ ലൈഫിന്റെ IPO വരുന്നുണ്ട്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച ഓപ്പൺ ആകുന്ന പ്രധാനപ്പെട്ട IPO. അതിന്റെ അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന 2 IPO വരാൻ പോകുന്നത് ഒന്ന് ടാറ്റ ക്യാപിറ്റലിന്റെ IPOയും അതുപോലെ LG ഇലക്ട്രോണിക്സിന്റെ IPOയുമാണ്.
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റ് IPOകളുടെ ഒരു ചാകരയാണ്. ധാരാളമായിട്ടുള്ള IPOകളാണ് വരുന്നത്. ഇതുവരെയുള്ള ഒരു IPO സമ്മറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 75ഓളം IPOകൾ ഓൾറെഡി ഈ 2025 വന്നു കഴിഞ്ഞു. അതിൽ 38ഓളം IPOകൾ മാത്രമാണ് ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത്. 19ഓളം IPOകൾ ലിസ്റ്റിംഗ് ലോസിലാണ് ഉണ്ടായിരുന്നത്. ലിസ്റ്റിംഗ് ലോസിലേക്ക് പോകുന്ന IPOകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ IPOയിൽ നമ്മൾ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നല്ല IPOകൾ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം കൂടുതൽ വളറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും റേഞ്ച് ബോണ്ടായി നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ IPOകളുടെയും ആ ഒരു ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.